ഋഷി സുനക്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് കേൾക്കുന്ന പലർക്കും ദഹിക്കാൻ പറ്റത്തില്ലായിരിക്കും. കാരണം നമ്മൾ ഈ ചിന്തിക്കുന്നതിനും നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്കാണ് പല കാര്യങ്ങളുടെയും പോക്ക്. ഇപ്പോൾ ചോദിക്കുക, ഇമാജിനറി വേൾഡാണോ? ഇത് ഇമാജിനറി ഒന്നുമല്ല, ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പേര് ഋഷി സുനക്. അതായത് ബ്രിട്ടനിൽ ആദ്യമായിട്ട് വന്ന ഒരു പ്രധാനമന്ത്രി, ഇന്ത്യക്കാരൻ, ഇന്ത്യൻ ഒറിജിൻ, കൺസർവേറ്റീവ് പാർട്ടിക്കാരനാണ്. വലതുപക്ഷ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. ലോകത്തിലെ ചുരുക്കം ചില എക്കണോമിസ്റ്റുകളെ എടുക്കുകയാണെങ്കിൽ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഋഷി സുനക്കാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നയാൾ. ഇത് പറയാൻ കാരണം, ബ്രിട്ടൻ്റെ എക്കോണമി നോക്കുക. അപ്പം അതിനകത്ത് പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് പാൻഡമിക്കും പ്രീ പാൻഡമിക്കും ഒക്കെ നോക്കുകയാണെങ്കിലും ആ ബ്രിട്ടീഷ് എക്കോണമിയെ റിജുവിനേറ്റ് ചെയ്തത്, അതായത് ഈ അവിടെ ഉണ്ടായിരുന്ന സിറ്റിസണ് മുഴുവനും പണം കൊടുത്ത്, കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ബ്രിട്ടൻ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്, അതിനെ മുമ്പോട്ട് കൊണ്ടുവന്നു. ടാക്സേഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം പുറകിലൊന്നുമല്ല, ശരിക്കും ടാക്സ് കൊടുത്തു. പക്ഷേ അതിനെ സ്റ്റെബിലൈസ് ചെയ്തു കൊണ്ടുവന്നു. അതായത് വല്ലാത്ത ക്രൈസിസ്, പാൻഡമിക്കിന് മുമ്പേ ക്രൈസിസിലായ ബ്രിട്ടീഷ് എക്കോണമിയെ അതിനെ തിരികെ കൊണ്ടുവന്നു. ഇതാണ് ഋഷി സുനക് അദ്ദേഹത്തെ ഏറ്റവും നല്ലൊരു എക്കണോമിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പോൾ റണ്ണിങ് എക്കോണമി, അതായത് സ്മൂത്തായിട്ട് പോകുന്നു, അവിടെ ഒരു മന്ത്രി കയറിയിരിക്കുന്നു, എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതിന് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ബാഡ് ഷേപ്പായ ഒരു എക്കോണമി അദ്ദേഹം ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയ സമയത്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് തിരികെ കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി ആകുമ്പോഴും അദ്ദേഹം അതിനെ പൂർണ്ണമായിട്ടും അതിന് നടപടിയെടുത്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്തു, അതായത് പൂർണ്ണമായിട്ട് അതിനെ റിജുവിനേറ്റ് ചെയ്തെടുത്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് ഞാൻ കാണുന്നത്. ഇനി അദ്ദേഹം റിസൈൻ ചെയ്തു, കാരണം ഇലക്ഷനിൽ തോറ്റുപോയി. അദ്ദേഹം അവിടുത്തെ ഒരു പാർലമെൻറ്റേറിയൻ മാത്രമാണ്. നോക്കുകയാണെങ്കിൽ ഇനി അദ്ദേഹത്തിന് അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. അദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടിയുടെ സീനിയർ പോസ്റ്റിൽ നിന്നും റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇതാണ് ഞാൻ പറഞ്ഞ ഇമാജിനേറ്ററി വേൾഡാണോ മറ്റൊരു ലോകമാണോ? എന്തുകൊണ്ട് ഋഷി സുനക്കിനെ ഇന്ത്യയിൽ തിരികെ കൊണ്ടുവന്ന്, അദ്ദേഹം വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്, BJP ആയിട്ട് യോജിച്ചു പോകും, തിരികെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ആദ്യം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ എക്കണോമിക് അഡ്വൈസർ. കാരണം പൂർണ്ണമായിട്ടും ഇദ്ദേഹം പഞ്ചാബിയാണ്, അദ്ദേഹത്തിൻ്റെ പേരൻസ് ഹിന്ദു പഞ്ചാബികളാണ്. കാരണം ഇവർ നേരത്തെ അവരുടെ ഗ്രാൻഡ് പേരൻസ് നേരത്തെ കെനിയയിലോട്ട് കുടിയേറുന്നു. അദ്ദേഹത്തിൻ്റെ മദർ സൈഡാണെങ്കിൽ ടാൻസാനിയ, അവിടെ വെച്ചാണ് ആ ഫാമിലി ബ്രിട്ടനിലോട്ട് കുടിയേറുന്നത്. അവിടെ വെച്ചാണ് ഋഷി സുനക് ജനിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഋഷി സുനക്കിനെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ഫ്യൂച്ചറിൽ, അതായത് മോദിയുടെ ടൈം കഴിയുമ്പോൾ ഇന്ത്യക്ക് ഒരു മോദിയുടെ ആ സംഭവങ്ങളെല്ലാം കൊണ്ടുപോകാൻ അതേപോലെ ഒരു പ്രധാനമന്ത്രി ആവശ്യമാണ്. ഒന്നാമത് ഋഷി സുനക് എക്കണോമിസ്റ്റാണ്, നല്ലൊരു സ്റ്റേറ്റ്സ്മാനാണ്, കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുക. കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. കാരണം വളരെ കൃത്യവും ക്ലാരിറ്റി ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ പൂർണ്ണമായിട്ടും ഇദ്ദേഹം ഒരു ഇന്ത്യൻ DNA ആണ്, മിക്സും ക്ലാപ്പും കോപ്പും ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഋഷി സുനക് വരികയാണെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അദ്ദേഹത്തിൻ്റെ അസറ്റിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 730 മില്യനാണ്, അതായത് പൗണ്ടാണ്. അതായത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആകുന്ന മറ്റൊരു കോടീശ്വരൻ തന്നെയാണ് ഋഷി സുനക്. അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ ഡിസൈനറാണ്. വൈഫിൻ്റെ പേരൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്, ഇൻഫോസിസിൻ്റെ ഫൗണ്ടർ നാരായണമൂർത്തി, അത് സുധാമൂർത്തി. അപ്പം പണം ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല.
അതായത് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യയിലോട്ട് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് നല്ലതായി. അപ്പം അതിനൊരു മെസ്സേജ് കൂടിയുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് മെസ്സേജ്. ഇതേപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒറിജിൻസ് പലയിടത്തും ഉണ്ട്. പല നല്ല പോസ്റ്റുകളിലുണ്ട്, പല കോർപ്പറേറ്റ് കമ്പനികളിലുണ്ട്. ലോകത്തെ തന്നെ മാറ്റിയ പല ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും പല പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, പലതും ലോകത്തിന് തന്നെ കൊടുത്ത പല കോർപ്പറേറ്റ്സ് ഉണ്ട്. ഇവരൊക്കെയുണ്ട്. ഇവർക്കും അതൊരു മെസ്സേജാണ്. അതായത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയി വളരെ കാലം ഒരു രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യുന്നു, അവിടെ എല്ലാം ആകുന്നു. അതിനുശേഷം അവർക്ക് ഇന്ത്യയിലോട്ട് തിരികെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് അതേപോലെയുള്ള കാരണം പോസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ, അതായത് ഇന്ത്യക്കാർ തിരികെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഫാസ്റ്റസ്റ്റ് മൂവിങ് എക്കോണമി പെട്ടെന്നായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ചാട്ടമുണ്ട്. കാരണം ഇന്ത്യയിൽ ചില ഭാഗങ്ങളിലൊക്കെ ലാക്ക് ഓഫ് മാൻ പവർ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇപ്പം മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കോണമി, അതായത് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്ന ഒരു എക്കണോമിസ്റ്റാണ്. അതിനുശേഷം ഇന്ത്യയിൽ അതേപോലൊരു എക്കണോമിസ്റ്റ്, അതായത് ചിദംബരം നല്ല എക്കണോമിസ്റ്റ് ആയിരുന്നു, നല്ല വൈബ്രൻ്റ് എക്കണോമിസ്റ്റ് ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പക്ഷേ ഈ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയ്ക്ക് കൂടുതൽ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ടും മറ്റുള്ള പാർട്ടികൾ പിന്തുണയ്ക്കുന്നത് കൊണ്ടും അതിന് പലത് റിഫോംസും സ്ട്രക്ചറും ചെയ്യാൻ സാധിച്ചില്ല. അവിടെയാണ് മോദിക്ക് 2 ടൈം നല്ല ആബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടി പലതും കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പം ഇങ്ങനെ ഇതേപോലെയുള്ള സ്ട്രക്ചറൽ റിഫോംസ് നല്ല സൂക്ഷ്മമായി പഠിച്ചിട്ട് ഓരോ പോളിസി കൊണ്ടൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ഭൂരിപക്ഷം വേണം. അപ്പം അത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെയും അതിന് പറ്റിയ ആളുകൾ, നല്ല മാൻ പവറും കൂടെ വേണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് അമേരിക്ക തന്നെ ലോകത്തിലുള്ള കഴിവുള്ളവരെ മുഴുവൻ ആ രാജ്യത്തോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവരെ കൊണ്ടുപോയിട്ട് പിന്നീട് അവർ ആ വലിയ സംഭവങ്ങളായിട്ട് മാറുകയാണ്. ഇത് അമേരിക്ക മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം ചൈന തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡെങ് സിയാപിങ് ആണ് അവിടെ ലിബറലൈസേഷനും ഈ പ്രൈവറ്റൈസേഷനും അവിടെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ചൈനയിൽ നിന്നും പോയ പലരെയും ഡെങ് സിയാപിങ് ചൈനയിലോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവന്ന് സിറ്റിസൺഷിപ്പ് എല്ലാം കൊടുത്ത് അവിടെ ചൈനീസ് ആക്കിയിട്ട് അവരെ പലത് ഏൽപ്പിക്കുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ട് ഇതേപോലെ ഇപ്പോൾ ഋഷി സുനക്കാണെങ്കിലും മറ്റ് പല ഇന്ത്യയിൽ നിന്നും പോയ ഇന്ത്യക്കാരായിട്ടുള്ള ഒറിജിൻ ഇവരെ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നത് മോദി തീരുമാനിക്കുകയാണെങ്കിൽ, മോദി ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ വലിയൊരു റവല്യൂഷനൈസ് ചെയ്ത് കളയും. കാരണം ഇവിടെ പല സെക്ടേഴ്സിലും ഇതേപോലുള്ള കാലിബറുള്ള ആളുകളുടെ അഭാവം വളരെ നമുക്ക് ലിറ്ററലി കാണാവുന്ന സംഭവമാണ്. കാരണം ഇവർ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, ഇവർക്ക് വെൽ ആർട്ടിക്കുലേറ്റ് ആണ്. ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ഐഡിയ കൊണ്ടുവന്നിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശരിക്കും അറിയാം. അതിന് എത്രമാത്രം ഇൻ്റർനാഷണൽ സപ്പോർട്ട് വേണം, അതും അവർക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ മെസ്സേജ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്ത്യയിൽ നിന്നും വളരെ വർഷക്കാലമായിട്ട് വിദേശത്ത് പോയി അവിടെ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന പല ഇന്ത്യക്കാരുമുണ്ട്. ഇവർക്ക് പലർക്കും, ഇപ്പം ഞാൻ അമേരിക്കയിൽ തന്നെ പോയപ്പോൾ തന്നെ മനസ്സിലായത്, പല ഇന്ത്യക്കാർക്കും തിരിച്ച് ഇന്ത്യയിൽ വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അവർക്ക് ഇവിടെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം. അവിടെയാണ് മോദി ഗവൺമെൻറ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള മാൻ പവറിനെ വെച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രൂപം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുവാൻ സാധിക്കും.